Hello, good morning students. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെക്കുറിച്ചാണ്. ചില പ്രത്യേക ഓബ്ജക്റ്റുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് അറിയാം. ഒരു സ്മോൾ മാസ് എം, സപ്പോസ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് an axis and the perpendicular distance from the axis is r, its moment of inertia is simply I is equal to mr squared. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ആ പാർട്ടിക്കിളിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, രണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. I is equal to m into r squared. അപ്പോൾ r കൂടുന്നതിനനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വല്ലാതെ കൂടും. Now, so if you have a system of many particles, ഇവിടെ 4 പാർട്ടിക്കിൾസ് കാണിച്ചിട്ടുണ്ട്, m1, m2, m3, m4. m1 ആക്സിൽ നിന്ന് r1 ഡിസ്റ്റൻസിലാണ്, m2 r2 ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സം ഓഫ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്. So I is equal to m1 r1 squared, that is moment of inertia of the first particle. Second is m2 r2 squared, moment of inertia of the second particle. m3 r3 squared plus m4 r4 squared. So total moment of inertia I is equal to sigma I is equal to 1 to 4 mi ri squared. That is the moment of inertia of the system of particles. ഇതൊരു ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റമാണ്. ഇതൊരു കണ്ടിന്യൂസ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമ്മളിതിൻ്റെ സമ്മേഷൻ എന്നുള്ളത് മാറ്റിയിട്ട് ഇൻ്റഗ്രേഷൻ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നൗ ഒരു സിമ്പിളായിട്ടുള്ളൊരു കേസ് നമുക്ക് എടുക്കാം. ഒരു യൂണിഫോം ആയിട്ടുള്ള സ്റ്റിക്ക് ഉണ്ട് നമുക്ക്. ആ സ്റ്റിക്കിൽ ലെങ്ത് എന്ന് പറയുന്നത് എം ആണ്. സ്റ്റിക്കിൻ്റെ ലെങ്ത് എം ആണ്, സോറി എൽ ആണ്. അതിൻ്റെ ടോട്ടൽ മാസ് എം ആണ്. സോ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എം ബൈ എൽ. സോ എം ഡിവൈഡഡ് ബൈ എൽ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഈ സ്റ്റിക്കിൻ്റെ സെൻട്രൽ കൂടി പാസ് ചെയ്യുന്ന ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം. നമുക്ക് ഈ സ്റ്റിക്കിനെ ധാരാളം ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കൂടിയിട്ടാണ് ഈ സ്റ്റിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കിൽ ആക്സ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിൽ ഡി എക്സ് ലെങ്ത്തുള്ള ഒരു ചെറിയ സെക്ഷൻ ഇമാജിൻ ചെയ്യുക. ഇതിൻ്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എം ബൈ എൽ ആണെങ്കിൽ ഈ ഡി എക്സ് ലെങ്ത്തിൻ്റെ മാസ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി എം ബൈ എൽ ഇൻറ്റു ഡി എക്സ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡി എം. ഈ ചെറിയ സെക്ഷൻ്റെ മാസ് ഡി എം ആണ്. ആ ഡി എം വിൽ ബി ഈക്വൽ ടു എം ബൈ എൽ ഇൻറ്റു ഡി എക്സ്. സോ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ എക്സ് സ്ക്വയേർഡ് ഇൻറ്റു ഡി എം. സോ യു വിൽ ഗെറ്റ് എക്സ് സ്ക്വയേർഡ് ഇൻറ്റു ഡി എം. ദാറ്റ് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സ്മോൾ സെക്ഷൻ. നൗ ഈ സ്റ്റിക്കിനെ വി ക്യാൻ ഇമാജിൻ ഇറ്റ് ഹാസ് മേഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് സച്ച് സ്മോൾ സെക്ഷൻസ്. അത് എവിടെ മുതൽ എവിടെ വരെയാണ്? ഇത് സെൻറ്റർ ഇതാണെങ്കിൽ, റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ള ഡിസ്റ്റൻസ് 0 മുതൽ L/2 വരെയുള്ള ലെങ്ത് ഉണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ -L/2 വരെയുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവും. സോ ഈ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് -L/2 ഡിസ്റ്റൻസിലാണ്. ഇവിടെയുള്ള ഈ സെക്ഷൻ എന്ന് പറയുന്നത് +L/2 ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളിത് ഈ -L/2 മുതൽ +L/2 വരെയുള്ള ഇതേപോലുള്ള ഓരോ സെക്ഷൻ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സം എടുക്കണം. So we can integrate this expression from -L/2 to +L/2 x squared dm എന്ന് എടുക്കണം. സോ അതിൽ ഡി എമ്മിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഞാൻ ലിമിറ്റുകൾ ഞാൻ തൽക്കാലം ഒഴിവാക്കിയിട്ട് എഴുതുകയാണ്. എക്സ് സ്ക്വയേർഡ് ഇൻറ്റു എം ബൈ എൽ ഇൻറ്റു ഡി എക്സ്. ആ എം ബൈ എൽ കോൺസ്റ്റൻ്റ് ആണ്, എം കോൺസ്റ്റൻ്റ് ആണ്, എൽ കോൺസ്റ്റൻ്റ് ആണ്. സോ എം ബൈ എൽ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയേർഡ് ഡി എക്സ്. എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം x³/3 എന്ന് കിട്ടും. സോ എം ബൈ എൽ ഇൻറ്റു x³/3 ബിറ്റ്വീൻ ദ ലിമിറ്റ് -L/2 to +L/2 കൊടുക്കണം. ഓക്കെ.
Now, ആ 3 കോൺസ്റ്റൻ്റ് ആണല്ലോ ഇവിടെ. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് 3 ഔട്ട്സൈഡ്. m/3l. പിന്നെ എന്താ വരുന്നത്? എക്സ് ക്യൂബ് ആണ് അതിൻ്റെ ബ്രാക്കറ്റ് വരിക. 3 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ -l/2 കൊടുക്കണം, +l/2 കൊടുക്കണം. അപ്പർ ലിമിറ്റ് ആദ്യം കൊടുക്കുമ്പം l³/2³ എന്ന് കിട്ടും. സോ l³/8 മൈനസ് അടുത്തെന്താ വരുന്നത്? -l/2³ ആണ്. -l × -l +l² × -l സോ ഈ സാധനം -l-ൻ്റെ ക്യൂബ് എടുത്തു കഴിയുമ്പോൾ -l³ എന്നാണ് വരിക. സോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വി വിൽ ഗെറ്റ് -l³ / 8. So this is equal to m/3l into l³/8 plus minus into minus plus l³/8 കിട്ടും. So 2l³/8. ഓക്കെ, ഈ ഒരു എല്ലും ഇവിടെ ഒരു l³ ഒരു എല്ലും ക്യാൻസൽ ആയി കഴിഞ്ഞപ്പോൾ ml² എന്ന് വരും. ഈ 2 8 കൊണ്ട് 8നെ കൊടുക്കുക ഇവിടെ വെട്ടി പോകുമ്പോൾ ഡിനോമിനേറ്റർ 4 വരും, 3 12 വരും. സോ യു വിൽ ഗെറ്റ് ml² / 12. So this is the moment of inertia of this stick about an axis passing through the midpoint and perpendicular to the length of the stick. So that is ml² / 12 എന്ന് നമുക്ക് കിട്ടും. So this is the answer. Now ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആക്സ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമുക്കറിയാം. നമ്മളിവിടെ ഈ ആക്സിനെ അടിസ്ഥാനമാക്കി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ സൈഡിലാണ് ഈ ആക്സിനെ അടിസ്ഥാനമാക്കിയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്ത് ചെയ്യേണ്ടി വരും? -l/2 to +l/2 പകരം 0 to l വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ നമുക്ക് കിട്ടും. സോ വി ക്യാൻ ഡു ദാറ്റ്. So uniform thin disc axis at one end and perpendicular to the length of the stick. So this is the axis of rotation. Okay. Now say dx is this so we can imagine a small section of length dx at a distance x from this axis of rotation. Here l is equal to 0. ഈ പോയിന്റിൽ l is equal to l. ഓക്കെ, നേരത്തെ പോലെ തന്നെ ഇൻ്റഗ്രൽ 0 to l x² dm എന്നെടുക്കുക. dm എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു m/l × dx. ഈ ചെറിയ ലെങ്ത്തിൻ്റെ dx എന്ന് പറയുന്ന ചെറിയ ലെങ്ത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത് m/l. m is the total mass, l is the total length into dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ m/l കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് m/l പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 to l x² dx. x² dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ / 3 എന്ന് കിട്ടും. നമുക്കിവിടെ എഴുതാം I is equal to m/l into x³ / 3 between the limits 0 to l. So you will get എന്താ നമുക്ക് കിട്ടുന്നത്? l³ / 3 എന്ന് കിട്ടും. താഴെ ഒരു l ഉണ്ട്, എല്ലും l³ ക്യാൻസൽ ചെയ്യുമ്പോൾ l² വരും. സോ യു വിൽ ഗെറ്റ് ml² / 3 or this is 1/3 into ml². അപ്പോൾ ആക്സ് ഓഫ് റൊട്ടേഷൻ മാറിയതനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറി. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു ചെറിയ റിംഗ് ആണെന്ന് വിചാരിക്കുക. സോ എ തിൻ ഹൂപ്പ്. ഇതിൻ്റെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ M ആണ്. ഇതിൻ്റെ മാസ് ക്യാപിറ്റൽ M ആണ്. അതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റേഡിയസ് r ആണെങ്കിൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആയിരിക്കും. അപ്പോൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. λ is equal to m divided by 2πr. You will get the mass per unit length. ഈ തിൻ ഹൂപ്പ് ആകുമ്പോൾ എല്ലാ പോയിന്റുകളും ഏകദേശം ഒരേ ഡിസ്റ്റൻസ് ആണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. വളരെ തിന്നായിട്ടുള്ള ഒരു ഹൂപ്പ് എടുക്കുക. അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താ പറയുക? മാസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? മാസ് പെർ യൂണിറ്റ് ലെങ്ത് m/2πr ആണ്.
ഇവിടെ നമ്മളൊരു ഇമാജിൻ ചെയ്യുന്ന ചെറിയൊരു സെക്ഷൻ ഇമാജിൻ ചെയ്യുക. സേ ഡി എസ് എന്ന് പറയുന്ന ലെങ്ത് ഉള്ള ഒരു ചെറിയ സെക്ഷൻ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദാറ്റ് സെക്ഷൻ. ഡി എസ് എന്ന് പറയുന്ന ഒരു ചെറിയ സെക്ഷൻ. അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഡി എം ഈസിക്കലി ലാംഡ ഇൻറ്റു ഡി എസ് എഴുതാം. നമ്മൾ ഡി എസ് ടെൻഡിങ് ടു 0 ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഡി എസ് ടെൻഡിങ് ടു 0. അപ്പോൾ നല്ലൊരു ചെറിയൊരു പോയിന്റ് മാസ് പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാം. എക്സാക്റ്റ്ലി പറ്റില്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ചെറുതാക്കും, അത്രത്തോളം അത് പോയിന്റ് മാസമായിട്ട് ഇമാജിൻ ചെയ്യാം. ഞാൻ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറാണ്. സോ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആർ സ്ക്വയേർഡ് ഇൻറ്റു ഡി എം. ഈ സെക്ഷൻ്റെ മാസ് എം ഇൻറ്റു ആർ സ്ക്വയറിന് വരും. എമ്മിന് സ്ഥാനത്ത് ഡി എം ആണ് വരുന്നത്. ഡിസ്റ്റൻസ് ആറാണ്. സോ ആർ സ്ക്വയർഡ് ഇൻറ്റു ഡി എം. ബട്ട് ഡി എം ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ മാസ് എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു ഡി എസ് എന്ന് എഴുതാം. സോ ബിക്കോസ് ദിസ് സ്മോൾ സെക്ഷൻ ഈസ് ഹാവിങ് എ ലെങ്ത് ഡി എസ്. സോ ഡി എം ഈസ് ഈക്വൽ ലാംഡ ഇൻറ്റു ഡി എസ്. അപ്പോൾ ഇത് ഈ എൻ്റെ റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഹൂപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ്. എവിടെ മുതൽ എവിടം വരെ? ഇവിടെ ചെറിയൊരു ലെങ്ത് ഡി എസ് കിട്ടിയിട്ടുള്ളൂ. ടോട്ടൽ ലെങ്ത് എത്രയാണ്? 2πr. You have to integrate it from 0 to 2πr. 0 to 2πr. Then r squared into lambda into ds. r squared lambda ds. ഇവിടെ r squared എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ലാംഡ എന്ന് പറയുന്നതോ m by 2πr കോൺസ്റ്റൻ്റ് ആണ്. സോ r squared into lambda, that is constant. r squared into ലാംഡയ്ക്ക് വരെ m by 2πr എന്ന് എഴുതാം. r squared ലാംഡ കോൺസ്റ്റൻ്റ് ആണ്. അത് ഇൻ്റഗ്രേഷന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തുമാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ ഡി എസ് ഫ്രം 0 to 2πr. ഇൻ്റഗ്രൽ ഡി എസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? എസ് ബിറ്റ്വീൻ 0 to 2πr. സോ ദാറ്റ് ഈസ് 2πr minus 0. ദാറ്റ് ഈസ് സിംപ്ലി 2πr. 2πr എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആർ സ്ക്വയർഡ് ലാംഡ നമ്മൾ ഓൾറെഡി പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ ഡി എസ് ആണ് നമ്മളിവിടെ ചെയ്ത് വെച്ചാൽ 2πr. ഇൻ്റഗ്രൽ ഡി എസിൻ്റെ വാല്യൂ 2πr ആണ്. സോ ആർ സ്ക്വയർഡ് ഇൻറ്റു ലാംഡയുടെ വാല്യൂ m by 2πr ഇൻറ്റു 2πr. ഈ 2πrഉം ഈ 2πrഉം ക്യാൻസലായി പോയി. സോ ആർ സ്ക്വയർഡ് ഇൻറ്റു എം എന്ന് കിട്ടി. സോ സിംപ്ലി യു വിൽ ഗെറ്റ് എം ഇൻറ്റു ആർ സ്ക്വയർഡ്. അപ്പോൾ ഈ ഹൂപ്പിൻ്റെ മാസ് നമുക്കറിയാം, റേഡിയസ് നമുക്കറിയാമെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സിംപിളി about an axis passing through the center and perpendicular to the plane. ഓക്കെ, ഞാൻ ആക്സിസിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. അതിൻ്റെ സെൻറ്ററിൽ കൂടി അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സ് അല്ലെങ്കിൽ ആ ഹൂപ്പിൻ്റെ ആക്സിസിൽ കൂടിയുള്ള ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സിംപ്ലി എം ഇൻറ്റു ആർ സ്ക്വയർഡ്. ഓക്കെ, നൗ നമുക്കിനി ഒരു ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഒരു ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ നോക്കുമ്പോൾ ഈ ഡിസ്കിനെ വി ക്യാൻ ഇമാജിൻ ഇറ്റ് ഹാസ് മേഡ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് സച്ച് ഹൂപ്സ്. കഴിഞ്ഞ തവണ കണ്ട ഹൂപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യകൾ, ഹൂപ്പുകൾ, കുറേ ഹൂപ്പുകൾ കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ റിങ്ങുകൾ കൊണ്ടുണ്ടാക്കിയതാണ് നമുക്ക് ഇമാജിൻ ചെയ്യാം. തിൻ റിങ്ങുകൾ കൊണ്ടുണ്ടാക്കിയത് നമുക്ക് ഇമാജിൻ ചെയ്യാം. നൗ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കാണുക? എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ഡിസ്ക്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇനിഷ്യലായിട്ട് മാസ് ഓഫ് ദ ഡിസ്ക് ഈസ് എം ആൻഡ് റേഡിയസ് ഓഫ് ദ ഡിസ്ക് ഈസ് ആർ. നമ്മൾ പറഞ്ഞല്ലോ ഈ ഡിസ്കിനെ നമുക്ക് ഇതേപോലുള്ള ധാരാളം ഹൂപ്പുകൾ ചേർന്നുണ്ടാക്കിയാണെന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഇവിടെ കാണിച്ചിരിക്കുന്നു. സോ ദിസ് ഈസ് ദ വ്യൂ. അതിൽ നമ്മളൊരു ചെറിയ ഹൂപ്പ് ഇമാജിൻ ചെയ്യുക. സെൻറ്ററിൽ നിന്ന് റോ ഡിസ്റ്റൻസ് അകലത്തിൽ. അതിൻ്റെ തിക്നെസ് ഡി റോ യു ആണ്. ഓക്കെ, നൗ ഈ ഹ്യൂപ്പിൻ്റെ ടോട്ടൽ മാസ് എം ആണ്, റേഡിയസ് ആർ ആണ്, യൂണിഫോം ആയിട്ടുള്ള ഡിസ്ക് ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? ആറാണ് റേഡിയസ് എങ്കിൽ ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ഈ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർഡ് ആയിരിക്കും. അപ്പോൾ മാസ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? എം ബൈ പൈ ആർ സ്ക്വയർഡ്. എം ബൈ പൈ ആർ സ്ക്വയർഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ഏരിയ നമുക്ക് കിട്ടും. സോ അതിന് വേണമെങ്കിൽ നമുക്ക് സിഗ്മ എന്ന് വിളിക്കാം.
മാസ് പെർ യൂണിറ്റ് ഏരിയ. നൗ ഈ നമ്മൾ ഇമാജിൻ ചെയ്ത ഈ ഹൂപ്പിൻ്റെ ഇന്നർ റേഡിയസ് റോ ആണ്, അതിൻ്റെ തിക്നെസ് ഡി റോ ആണ്. ഡി റോ ഈസ് ടെൻഡിങ് ടു 0 എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ പോർഷൻ്റെ ഏരിയ എന്തായിരിക്കും? ഈ സാധനത്തെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു റിബൺ പോലെ ഇങ്ങനെ നിവർത്തി വെക്കുന്നു എന്ന് വിചാരിക്കുക. നിവർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോ ആണ് റേഡിയസ് എങ്കിൽ ഇതിൻ്റെ ഈ ടോട്ടൽ ലെങ്ത് എത്ര കിട്ടും? 2πr റോ എന്ന് കിട്ടും. ഇതിൻ്റെ തിക്നെസ് ഡി റോ ആണ്. സോ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്ത് കിട്ടും? DA is equal to 2π റോ ഇൻറ്റു ഡി റോ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ഏരിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാസ് എന്ത് കിട്ടും? അപ്പോൾ മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് m/πr² ആണ്. സോ ഈ ചെറിയ ഹൂപ്പിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് DM എന്ന് വേണമെങ്കിൽ വിളിക്കാം. സോ DM ഈസ് ഈക്വൽ ടു മാസ് പെർ യൂണിറ്റ് ഏരിയ സിഗ്മ ഇൻറ്റു 2π റോ ഇൻറ്റു ഡി റോ എന്ന് വിളിക്കാം. ഈ സിഗ്മയ്ക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? m/πr². സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ m/πr². ഇത് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. ഇൻറ്റു 2π റോ ഡി റോ. ഓക്കെ. അപ്പോൾ ഈ ചെറിയ സാധനത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? ഈ ചെറിയ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഒരു ഹൂപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം mr² ആണ്, r റേഡിയസ് ആണെങ്കിൽ. അപ്പോൾ ഈ കേസിൽ ഇതിൻ്റെ മാസ് DM ആണ്, അതിൻ്റെ റേഡിയസ് റോ ആണ്. സോ DM ഇൻറ്റു ρ². ഓക്കെ, DM ഇൻറ്റു ρ². സോ DMൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഈ സ്മോൾ ഹൂപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ ചെയ്യണം? ഈ റോ ആണ് ഈ ഹൂപ്പിൻ്റെ റേഡിയസ്. അപ്പോൾ ഇതേപോലുള്ള കുറേ ഹൂപ്പുകൾ ചേർന്നിട്ടാണ് ഈ ഡിസ്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ റോയുടെ വാല്യൂ 0 മുതൽ ഡിസ്കിൻ്റെ റേഡിയസ് എന്താണ് 6 വരെ. 0 മുതൽ 6 വരെ റേഡിയസ് വേരി ചെയ്യുന്ന എല്ലാ ഹൂപ്പുകളുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. സോ ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to r DM ഇൻറ്റു ρ². DMൻ്റെ സ്ഥാനത്തേക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? m/πr² 2π റോ ഡി റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു റോ ഉണ്ട്, ഇവിടെ ρ² ഇട്ട് ρ³ വരും. ρ³ ഡി റോ അതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസ് കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദാറ്റ് ഡിസ്ക്. നേരത്തെ പറഞ്ഞ പോലെ ദ ഏരിയ ഓഫ് ദ ഡിസ്ക് ഇസ് DA is equal to 2π റോ ഇൻറ്റു ഡി റോ എന്ന് കിട്ടി. DM is equal to m/πr² ഇൻറ്റു 2π റോ ഡി റോ എന്ന് കിട്ടി. ഓക്കെ, പൈ ക്യാൻസൽ ആയി കളഞ്ഞിട്ട് 2m റോ ഡി റോ ബൈ r² എന്ന് കിട്ടി. സോ ഈ ചെറിയ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ρ² ഇൻറ്റു DM, ദറ്റ് ഈസ് 2m ഇൻറ്റു ഈ റോ ഡി റോ. DMൻ്റെ സ്ഥാനത്ത് 2m റോ ഡി റോ ബൈ r². അതിൻ്റെ കൂടെ ρ² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ρ³ വരും. 2m ρ³ ഡി റോ ബൈ r². 2m/r² ഇസ് എ കോൺസ്റ്റൻറ്റ്. അത് പുറത്തേക്ക് എടുക്കാം. നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to r. ഇൻ്റഗ്രൽ 0 to r 2m ρ³ ഡി റോ ബൈ r². ρ³ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ρ³ ഇൻ്റഗ്രൽ എന്താ എടുക്കുക? 2m/r² പുറത്തേക്കാണ്. ρ³ ഡി റോയിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ റോ റൈസ് ടു 4/4 between the limits 0 to r. So that is equal to 2m r raised to 4 divided by r² into 4. ഈ 2ഉം ആറും ക്യാൻസലാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് r²ഉം r/4 ഉണ്ട്. ഒരു r² ക്യാൻസലായി പോവും. mr²/2 that is 1/2 mr² എന്ന് കിട്ടും. So the moment of inertia of the disk can be obtained like this. അപ്പോൾ ഇത് നമ്മൾ കാണുന്നത് ഒരു ഹൂപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുക. ഹൂപ്പിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്
എൻ്റെ സെൻട്രൽ കൂടിയുള്ള ആക്സിസിനെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ mr² ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ഡിസ്ക് അതുപയോഗിച്ചാണ് ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത്. ഡിസ്കിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഹാഫ് ഓഫ് mr² ആയിരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. നൗ അപ്പം നമ്മളിങ്ങനെ ഒരേ മാസുള്ള ഒരു ഹൂപ്പും ഒരു ഡിസ്കും എടുക്കുന്നു വിചാരിക്കുക. ഒരേ മാസുള്ള ഒരു ഡിസ്ക്കാണ്, ഒരു ഹൂപ്പും ഉണ്ട് എന്ന് വിചാരിക്കുക. രണ്ടിൻ്റെയും മാസ് സെയിം ആണ്, റേഡിയസ് സെയിം ആണ്. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ എന്ന് പറയുന്നത് ഏതിനായിരിക്കും? മാസ് സെയിം ആണ്, റേഡിയസ് സെയിം ആണ്. സോ ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിൽ ബി മോർ ഫോർ ദി ഹൂപ്പ്. കാരണം എന്താ വെച്ചാൽ ഹൂപ്പിൻ്റെ കേസിൽ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ എഡ്ജിലാണ്. അപ്പോൾ മാസ് എഡ്ജിലേക്ക് മാറുന്നതിനനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ത് ചെയ്യും? കൂടും. ഈ ഒരു ആക്സിനെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എഡ്ജിലാണ്. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഹൂപ്പ് വിൽ ബി മോർ ദാൻ ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക്. ഡിസ്കിൻ്റെ കേസിൽ ഈ മാറ്റർ എന്ത് ചെയ്യും? കുറേയും കൂടി ഇങ്ങോട്ടും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നില്ലേ? ഓക്കെ. നൗ ദർ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിയറം ഇൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ദാറ്റ് ഇസ് കോൾഡ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു റിജിഡ് ബോഡിയാണ്. സോ വി ഹാവ് എ റിജിഡ് ബോഡി ഹിയർ. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് C ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള ഇതിന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം. ഏതൊരു ആക്സിസ് ഓഫ് ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കി ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്സിസിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിൽ കൂടി ഒരു ആക്സിസ് ഇമാജിൻ ചെയ്യാം. ഈ ആക്സിസിന് പാരലായിട്ട് ഏത് ആക്സിസും ആയിക്കോട്ടെ, Z' എന്ന് പറഞ്ഞ ഏത് ആക്സിസ് ആയിക്കോട്ടെ, ആ ആക്സിസിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കി ആക്സിസ് ഇമാജിൻ ചെയ്യാം. Z ഈസ് ദാറ്റ് ആക്സിസ്. അത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D ആണ്. നൗ ഈ സെൻറ്റർ ഓഫ് ആക്സിസിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I0 ആണെന്ന് വിചാരിക്കുക. I0 is the moment of inertia of the axis passing through the center of mass. അതായത് ഈ ആക്സിസിന് പാരലായിട്ട് ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I0 ആണ്. ഈ ആക്സുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D ആണ്. ഈ ബോഡിയുടെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ M ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ Z' എന്ന് പറയുന്ന ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I ആണെങ്കിൽ I വിൽ ബി ഈക്വൽ ടു I0 പ്ലസ് M ഇൻറ്റു D² ആയിരിക്കും. I ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് about some axis is equal to moment of inertia about a parallel axis passing through the center of mass plus total mass of the body into square of the distance between the perpendicular distance between the two axes, M into D². So I is equal to I0 plus M into D². That is, I is the moment of inertia of the body about the Z axis. I0 moment of inertia of the body about the Z axis. That is a parallel axis passing through the center of mass. M is the mass of the rigid body. D is the perpendicular distance between the two axes. അപ്പോൾ ഇവിടെ parallel axis theorem states that statement ഞാൻ വായിക്കാം. States that the moment of inertia of any rigid body about an axis is equal to the sum of the moment of inertia of the body about a parallel axis passing through the center of mass of the rigid body and the product of mass and square of the perpendicular distance between the two axes. ഈ ചിത്രം അങ്ങനെ വരച്ചിട്ട് I ഈക്വൽ ടു I0 പ്ലസ് M D² എന്ന് എഴുതുക. I എന്ന് പറയുന്നത് moment of inertia about the axis Z', I0 moment of inertia of the about the axis Z, D is the perpendicular distance between the two axes, M is the mass of the body. So ഈ തിയറം ആണ് എന്ത്? പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, താങ്ക് യു. നമുക്ക് പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ